പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടത്തേക്ക് സ്പെഷ്യലായിട്ടുള്ള സൂതമീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടാലോ. മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി പൊടികളായിട്ട് 2 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ്. പാക്കറ്റ് മല്ലിപ്പൊടിയാണ് വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂടാക്കി, അതായത് ഒന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ. പിന്നെ 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലൊക്കെ വാളംപുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇനി ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിന് അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കറീൻ്റെ മെയിനായിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അരപ്പും പിന്നെ അതുപോലെ തന്നെ വറുത്ത മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ. ഇനി നമ്മൾ ചട്ടിയിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കറി ഒന്ന് കലക്കിയെടുക്കണം. അതായത് ഇവിടെയൊക്കെ കറി കലക്കുക എന്നാണ് കേട്ടോ പറയുക. ഈ തക്കാളിയും പിന്നെ പച്ചമുളക് എല്ലാ സാധനവും തേങ്ങയും അതായത് മസാലപ്പൊടികളൊക്കെ ആവശ്യത്തിന് വെള്ളം, അതായത് ഗ്രേവി എത്ര ചാറോട് കൂടിയിട്ടാണ് കറി വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് നല്ലപോലെ ഉടച്ചെടുത്ത് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഐക്കോറ സൂത എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഈ കറി നമ്മൾ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു മീൻ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതാ മീനൊക്കെ വെന്ത് നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്കൊന്ന് വറവും കൂടെ ഇടാനുണ്ട്. അതായത് നമ്മളിവിടെയൊക്കെ വറവ് ഇടുക എന്നാണ് പറയുക. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കാം, എന്നിട്ട് പിന്നെ ചെറിയുള്ളി അതിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനെയാണ് കേട്ടോ ഇവിടെ കടുകിൽ വറവിടുക എന്ന് പറയുക. അങ്ങനെ അതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നല്ല ടേസ്റ്റുള്ള സൂതക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.